In this game, ഡിവൈസ് എന്ന് പറയുന്ന കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് ബ്രെയിൽ കൺസെപ്റ്റ് വളരെ ഈസിയായി എളുപ്പത്തിൽ ഒരു ഗെയിമിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഡിവൈസാണ്. ആനി എന്ന് ഈ ഡിവൈസിന് പേര് വരാനുള്ള കാരണം നമുക്കറിയാം, ഹെലൻ കെല്ലറുടെ ടീച്ചറുടെ പേരാണ് ആനി സോൾട്ടൻ. ആ പേര് തന്നെയാണ് ഈ ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരിലുള്ള തിങ്കർബൽ എന്ന് പറയുന്നൊരു NGO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അത് അവരാണ് നമുക്ക് ഏകദേശം 10ഓളം ആനി ഡിവൈസ് ഉണ്ട്. ഇന്നിപ്പോൾ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്താണ് ഈ ഡിവൈസിനുള്ള റേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ആയതുകൊണ്ട് 1 ലക്ഷം. ബ്രെയിൽ ഡോട്ട്സിൻ്റെ കൺസെപ്റ്റുകൾ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ബ്രെയിൽ ഡോട്ട്സ് എന്ന് പറയുന്ന 6 സെൻറ്റിൽ 6 ഡോട്ട്സ് വെച്ചിട്ടാണ് ഓരോ അക്ഷരങ്ങളും ബ്രെയിലിൽ എഴുതുന്നത്. അപ്പോൾ ആ ഡോട്ട്സിൻ്റെ കൺസെപ്റ്റ് കുട്ടികൾ ഒരു ഗെയിമിലൂടെ കിട്ടാവുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ പല ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുകയാണ്. .1 എന്ന് പറയുമ്പോൾ .1 ഏതാണോ അത് കൃത്യമായിട്ട് കുട്ടി പ്രസ് ചെയ്യും. .2 പറയും, അങ്ങനെ മാറി മാറി പറയും. അവസാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി ഇത് ഫിനിഷ് ആകുമ്പോൾ കുട്ടിക്ക് സ്കോർ തന്നെ ഈ ഡിവൈസിലൂടെ ഒരു സ്കോർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്കോർ എത്രയാണ്? അപ്പോൾ 11 പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് ചെയ്യുമ്പോൾ എത്ര നമുക്കത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് കൂടുതലാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം കുട്ടിക്ക് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. അത് മാത്രമല്ല, ഓരോ തവണ കുട്ടി ചെയ്യുമ്പോഴും ഓരോ അപ്രീസിയേഷൻ കൊടുക്കും. വെരി ഗുഡ്, അല്ലെങ്കിൽ മാർവലസ്, എക്സലന്റ് എന്നുള്ള ഓരോ അപ്രീസിയേഷൻ കൊടുക്കും. ഈ ഡിവൈസ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഗെയിമാണ്. അപ്പൊ റെഡി സ്റ്റഡി ഗോ. .3 എന്ന് പറയുന്നത് ഞാൻ .3 പോയിട്ട് പ്രസ് ചെയ്യും. 6 എന്ന് പറഞ്ഞു ഞാൻ .6 ചെന്നിട്ട് പ്രസ് ചെയ്തു. കണ്ട ഒരു സൗണ്ട് കേൾക്കാം കൃത്യമായിട്ട്. .1 ചെന്നിട്ട് 1 പ്രസ് ചെയ്തു. കറക്റ്റ് വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. .4 ആണ് പറഞ്ഞാൽ ഞാൻ തെറ്റിച്ചടിക്കുകയാണ്. ഞാൻ 5 പ്രസ് ചെയ്യണം. അപ്പൊ ശബ്ദം വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. കണ്ടോ, ഒരു എറർ സൗണ്ടിന് വ്യത്യാസം ഉണ്ട്. ഓക്കെ, ഇപ്പൊ .5 പറഞ്ഞു ഞാൻ വീണ്ടും പ്രസ് ചെയ്തു. കണ്ടോ, ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്താ റിസൾട്ട് വരുന്നത്. You scored 3 points. Congratulations. This is your new high score. That was fun, right? Press the left. 3 points. Congratulations. നമുക്ക് എത്ര പോയിന്റ് ഇതിൽ ചെയ്തു, എത്ര പോയിന്റ് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു. അതിന് നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. ഇത് ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് തിങ്കർബെല്ലിന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണം. ഓരോ കുട്ടിയുടെയും ഓരോ തവണ ചെയ്യുന്ന ഇംപ്രൂവ്മെന്റും നമുക്ക് ആ വെബ്സൈറ്റിലൂടെ തന്നെ അറിയാം. നമുക്കറിയാം, ഈ NGOയ്ക്ക് അറിയാം. അത് ഓൺലൈനും ഓഫ്ലൈനും ചെയ്യാവുന്നൊരു ഗെയിംസ് ആണെങ്കിലും. ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഗെയിംസിലൂടെ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഓഡ് 1 ഔട്ട് ഫൈൻഡ് ചെയ്യാനുണ്ട്, ഹൈഡിങ് സ്പോട്ട് കണ്ടുപിടിക്കാനുള്ളതുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പല സ്കിൽസും ഇതിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റാർട്ട്.
അടുത്ത അതിൽ ബ്രെയിലർ കീ, നമുക്ക് പെർക്കീസ് ബ്രെയിലർ എന്ന് പറഞ്ഞൊരു കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കീസ് പഠിക്കാനുള്ളൊരു മോഡാണ്, അതിലൊരു ഗെയിമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബ്രെയിലർ കീബോർഡിൻ്റെ പൊസിഷൻസ് കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ഗെയിം. കട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കീ 4 എന്ന് മേളിൽ കാണിച്ചു. ഇത് ഞാൻ ബ്രെയിലർ കീബോർഡിലാണ് ഇനി ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായി നല്ല കറക്റ്റായിട്ടുള്ള സൗണ്ട് വന്നു. 2 ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ 2 ഇവിടെ വായിക്കാൻ സാധിക്കും. ഇവിടെ വന്ന് 2 പ്രസ് ചെയ്യും. 3 എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ ലാർജ് ബ്രെയിൽ ഡിസ്പ്ലേ എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ സ്റ്റാൻഡേർഡ് ബ്രെയിൽ ഡിസ്പ്ലേയിൽ 3 വന്നിട്ട് ഇവിടെ വന്ന് 3 പ്രസ് ചെയ്യും. 1 ഈ ഡിവൈസ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. മേളിൽ ഇങ്ങനെ 2 ഇവിടെ 2 സെല്ലിന്റെ ഒരു ഇതാണ്. കാരണം ഇതിനെയാണ് ലാർജ് ബ്രെയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. .1 2 3 4 5 6 ഇതൊരു സെല്ലാണ്. ഇപ്പുറത്ത് .1 2 3 4 5 6 ഇത് തന്നെയാണ് ലാർജ് ബ്രെയിൽ സെല്ല്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 6 സെല്ലിന്റെ ഒരു ഇതുണ്ട്. ഇതിന്റെയാണ് സ്റ്റാൻഡേർഡ് ബ്രെയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇവിടെ ഇൻട്രോ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷൻ എഴുതി വെച്ചിരിക്കുകയാണ്. 6 സെല്ല് അടങ്ങുന്ന ഒരു ഭാഗമാണ്. ഇനി താഴത്തോട്ട് വന്ന ബ്രെയിലർ കീബോർഡിന്റെ കീസാണ്. നമ്മൾ പെർക്കിൻസ് ബ്രെയിലർ കീബോർഡിന്റെ കീസാണ്. .1 .2 .3 .4 5 6 ടോട്ടൽ 6 കീസ് ഉണ്ട്. ഇത് ബ്രെയിലർ ടൈപ്പ് ചെയ്യുന്ന പോലെ ടൈപ്പ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റൈലസ് വെച്ചെഴുതുന്നത് ബ്രെയിലിൻ്റെ ഉള്ളത്. ഇവിടെ 6 സെല്ലുകൾ ഇവിടെയും കാണാം. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതുന്ന പോലെ തന്നെ സ്റ്റൈലസ് വെച്ച് എഴുതാൻ സാധിക്കും. ഇത് മറ്റ് സ്വിച്ചസ് ആണ്. ഇതിൻ്റെ സൈഡിലാണ് ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഉള്ളത്. വോളിയം ബട്ടൺ ഉണ്ട്. ഇതാണ് ഈ ഡിവൈസ്.